ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കണ്ടില്ലേ, ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ എന്താ സങ്കടകരമായൊരു വീഡിയോ ആണ് കേട്ടോ. ഈ കിടക്കുന്ന കിടപ്പ് കണ്ടോ, പൊന്നുപോലെ എൻ്റെ മക്കളെപ്പോലെ നോക്കിയ പൂച്ചക്കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പേരിൽ ചടങ്ങൊക്കെ ഇടണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഒരു പൂച്ചക്കുട്ടിയല്ല കേട്ടോ, 2 പൂച്ചക്കുട്ടികളാണ് നമ്മൾ വീട്ടിൽ ചത്ത് കിടക്കുന്നത്. കണ്ടോ, ഇതാ എൻ്റെ കിടപ്പ് കണ്ടോ, അത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാത്തൊരു കിടപ്പാണ് കേട്ടോ. നോക്കിക്കേ. അപ്പോൾ ഇതിൻ്റെ രോമൊക്കെ കണ്ടോ, എണീച്ച് നിൽക്കട്ടോ. വാലിൻ്റെ രോമം നോക്കിക്കേ, രോമങ്ങളൊക്കെ എണീച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇത് മരിക്കുമ്പോഴുള്ള വേദന കൊണ്ട് രോമങ്ങൾ എണീച്ചതായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പിന്നൊരു കാര്യം ഞാൻ വിചാരിക്കുന്നത്, ഈ 2 പൂച്ചക്കുട്ടികൾ ചത്തപ്പോൾ പിന്നെ എനിക്ക് ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും കേട്ടോ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഓരോരുത്തർ മനുഷ്യന്മാരെ കൊല്ലുന്നുണ്ടല്ലോ, അതെങ്ങനെയാണെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഇന്നലെ രാത്രി വരെ കളിച്ചോണ്ട് നടന്ന പൂച്ചക്കുട്ടികളായിരുന്നു കേട്ടോ. 3 പൂച്ചക്കുട്ടികൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഒരെണ്ണം രക്ഷപ്പെട്ടു കേട്ടോ, ഓടി ഒളിച്ചു. പക്ഷേ ഈ 2 രക്ഷപ്പെടാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ മരിച്ച് എങ്ങനെയാണ് ചത്തത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ പട്ടി വന്ന് കൊന്നാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ല, പട്ടീൻ്റെ കുര കേട്ടപ്പോൾ നോക്കിയതാണ്. പുറത്ത് ചകിരിയൊക്കെ വെച്ചൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ചകിരിൻ്റെ ഇടയിലായിരുന്നു പൂച്ചക്കുട്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പൂച്ചക്കുട്ടി ഈ വിറക് ചട്ടി കണ്ടില്ലേ, വിറക് ചട്ടിൻ്റെ അടിയിലേക്ക് ഓടി ഒളിച്ചുകൊണ്ട് അതിനെ കിട്ടിയില്ല പട്ടിക്ക്. പട്ടീൻ്റെ കുര കേട്ടിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ 2 പൂച്ചക്കുട്ടികളെ കൊന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ ഇവിടെ ഈ മൂലയിലായിരുന്നു പൂച്ചയും മക്കളും താമസിച്ചിരുന്നത് കേട്ടോ. 2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ എടുത്തായിരുന്നു. അപ്പോൾ ഞാൻ അറിഞ്ഞില്ല കേട്ടോ, പൂച്ച ഈ 2 ദിവസം കൂടെ ഉള്ളൂ എന്ന് അറിഞ്ഞിരുന്നില്ല കേട്ടോ. ഇതിൽ ആ മഞ്ഞ പൂച്ചക്കുട്ടി കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, മഞ്ഞ പൂച്ചക്കുട്ടി ഞാൻ അടുക്ക് ഇരിക്കുന്നില്ലേ, അതാണ് ആ പൂച്ചക്കുട്ടിയാണ് കേട്ടോ. അധിക സമയം അകത്ത് തന്നെയായിരുന്നു, എപ്പോഴെങ്കിലേ പുറത്തിറങ്ങാറുള്ളൂ. പുറത്തിറങ്ങുമ്പോൾ താമസിക്കാറുള്ളൂ. ഞാൻ നേരത്തെ കാണിച്ചില്ല, അവിടെയായിരുന്നു താമസിക്കാറുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിലൊരു പൂച്ചക്കുട്ടിയെ ബാക്കിയുള്ളൂ. 3 കുട്ടികൾക്കും പാല് കൊടുത്തുകൊണ്ടിരുന്ന പൂച്ചയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു കുട്ടിയെങ്കിലും പാലൊടിക്കാനുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിലാണ് ഞാനും പൂച്ചയും. മക്കൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പൂച്ചക്കുട്ടികളെ. എന്തൊരു രസമായിരുന്നറിയോ കാണാൻ, എന്തൊരു ക്യൂട്ടായിരുന്നറിയോ. ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാമല്ലോ ഈ പൂച്ചക്കുട്ടികളെ എന്ത് രസമായിരുന്നു. എന്തായാലും ഫോട്ടോ എടുക്കുമ്പോൾ ഫോട്ടോ ഒക്കെ നല്ല പോസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. വേണ്ട അമ്മേ അമ്മേ വേദനക്കുണ്ടാവും. തൊഴലടി തുറണ്ട. ആ പൂച്ചക്കുട്ടികളാണ് ഇപ്പോൾ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ. പൂച്ചയെ വളർത്തുന്നവർക്കറിയാം അത് രക്ഷപ്പെട്ടാലുള്ള വേദന അല്ലേ. എന്തായാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇറങ്ങി പൂച്ചേ. കാല് മുറിയൂലേ അമ്മ? ചെരുപ്പ്